ഗ്രേസമ്മയാണെങ്കിലും മാമച്ചായന് ഇങ്ങനെ ചിന്നുമോളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഇവളെ കണ്ടിട്ട് എന്തോ ഒരു പരിചയം തോന്നുന്നില്ലേ നമുക്ക്, മാമച്ചായനൊന്ന് നോക്കിക്കേ അവളുടെ കണ്ണും മൂക്കും നെറ്റിയൊക്കെ എന്നിങ്ങനെ പറയുമ്പോൾ മാമച്ചായൻ ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് അവളെ അഡോപ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ എന്ന് ഗ്രേസമ്മ പറയുകയാണ് കേട്ടോ. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്, അവർക്കൊരു പ്രയോറിറ്റി ലിസ്റ്റ് കാണും, ഇപ്പോൾ പുതിയ നിയമമൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ മാമച്ചായനോട് ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു ശരിക്കും ആ കൊച്ച് ത്യാഗഭവനിലെ കൊച്ചല്ലല്ലോ, സ്നേഹനികേതനിൽ നിന്ന് അലീനെ അവിടെ ഏൽപ്പിച്ചു കൊടുത്തതല്ലേ, അപ്പോൾ അലീന തിരിച്ചു ചോദിച്ചാൽ അവർക്ക് കുട്ടീനെ കൊടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ എന്ന് പറയാണ് കേട്ടോ. പിന്നീടാണെങ്കിലും മാമച്ചായൻ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ത്യാഗഭവനിലൊന്ന് ചോദിച്ചു നോക്കാം, അങ്ങനെ ധൃതി പിടിക്കൊന്നും വേണ്ട എന്ന് പറയും. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു ചിന്നുമോളെ കണ്ടത് മുതൽ എന്തോ മനസ്സിനൊരു ഇത് തോന്നുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നീട് അലീനയാണെങ്കിലും ജിജോയുടെ ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു എല്ലാം എത്ര നല്ല ഫോട്ടോസാണ്, ജിജോ ഇങ്ങനെ ഫോട്ടോഗ്രാഫർ ആയിരുന്നോ എന്ന് രേവതിക്കുട്ടീനോട് ചോദിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാം അവർ പിക്നിക്കിന് പോയപ്പോൾ എടുത്ത ഫോട്ടോസാണ്, അങ്കിളും ആൻറ്റി ഇവരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഉണ്ട്, അത് വേറെ ആൽബത്തിലാന്ന് പറയും കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു കല്യാണത്തിന് മുന്നേ ഇങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ള ഫ്രീഡമൊക്കെ അവർക്ക് ഉണ്ടായിരുന്നോ എന്ന്. അപ്പോൾ അത്രയ്ക്ക് പ്രേമമായിരുന്നില്ലേ എന്നിങ്ങനെ രേവതിക്കുട്ടി പറയുകയാണ് കേട്ടോ. ജിജോ ചേട്ടനാണെങ്കിൽ ആർക്കിടെക്റ്റായിട്ട് ജോലി ചെയ്യായിരുന്നു, ഷെറിൻ ചേച്ചി LLBക്ക് പഠിക്കുകയായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ എറണാകുളത്ത് തന്നെ ആയിരുന്നു എന്ന് അലീന ചോദിക്കുമ്പോൾ അത് എറണാകുളത്ത് തന്നെയായിരുന്നു, ഷെറിൻ ചേച്ചിക്ക് ഇങ്ങനെ ലീവുള്ള ദിവസമൊക്കെ അധികം ദിവസം ഇവിടെ തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണത്തിനും അതുപോലെ തന്നെ കല്യാണമൊക്കെ രണ്ട് വീട്ടുകാരും തമ്മിൽ ഉറപ്പിച്ചതായിരുന്നു, മനസ്സമ്മതത്തിൻ്റെ 2 ദിവസം മുന്നെയാണ് ജിജോ ചേട്ടൻ ആക്സിഡൻ്റ് ആയതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരാളിപ്പോൾ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമാണല്ലേ എന്നൊക്കെ അലീന പറയും കേട്ടോ. അപ്പോഴാണ് മാമച്ചായനും ഗ്രേസമ്മയും അവിടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും മുറി അടച്ചിരിക്കുകയാണോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് രേവതിക്കുട്ടി ഡോറ് തുറക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പുറത്തു പോയി വന്നതൊന്നും അറിഞ്ഞില്ലേ എന്ന് മാമച്ചായൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയും ഇല്ല അറിഞ്ഞില്ല, എന്നിട്ട് വണ്ടിയുടെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാമച്ചായൻ കളിയാക്കിക്കൊണ്ട് നല്ല കാര്യമായി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഗ്രേസമ്മയാണെങ്കിലും മാമച്ചായനോട് പറയുന്നുണ്ടായിരുന്നു മാമച്ചായ അതങ്ങ് കൊടുക്കുക എന്ന് പറയും കേട്ടോ. അപ്പോൾ അലീനയുടെ നേരെ അവർ കൊണ്ടുവന്നിട്ടുള്ള ആ കവറൊക്കെ അങ്ങ് നീട്ടി പിടിക്കുകയാണ്. അപ്പോൾ അലീനയ്ക്കാണെന്ന് അത് ഇങ്ങനെ വിചാരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു നിനക്കായിരിക്കും രേവതിക്കുട്ടി അത് വാങ്ങിച്ചോ എന്ന് പറയുമ്പോൾ മാമച്ചായൻ പറയുന്നുണ്ടായിരുന്നു അവൾക്ക് കൊടുക്കാൻ ഞങ്ങൾക്കറിയാം, അവൾക്ക് ഞങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് നിനക്കാണെന്ന് പറയൂ കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്തിട്ടാന്ന്, അപ്പോൾ ചേച്ചി ഇഷ്ടം കൊണ്ട് തരുന്നതല്ലേ വാങ്ങിച്ചോ എന്ന് രേവതിക്കുട്ടിയും പറയുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു നീ ഞങ്ങൾക്ക് ഇവളെ കൊണ്ട് തന്നില്ലേ, അപ്പോൾ നീ ഒരു സമ്മാനം തരുമ്പോൾ ഞങ്ങൾ തിരിച്ച് നിനക്കൊരു സമ്മാനം തരണ്ടേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അലീനയ്ക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. എന്തായാലും കവറൊക്കെ പിന്നെ മാമച്ചായൻ പറയുന്നുണ്ടായിരുന്നു എനിക്കിതിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാനൊന്നും വയ്യ, എൻ്റെ കൈ വേദനിക്കുന്നുണ്ട് വാങ്ങിക്കുമെന്ന് പറയട്ടെ. അപ്പോൾ അലീന അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല, എനിക്ക് ആരും ഇതുപോലെ ഒന്നും വാങ്ങിച്ച് തന്നിട്ടൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നീ ഇപ്പോൾ ഒന്നും പറയണ്ട, ഫുഡ് വാങ്ങി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ എല്ലാവരും കഴിക്കാൻ വാന്ന് പറഞ്ഞിട്ട് ഗ്രേസമ്മയും മാമച്ചായനും അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടീനോട് അലീന പറയുന്നുണ്ടായിരുന്നു ഇത് ശരിക്കും ഇങ്ങനെ നിനക്ക് കിട്ടിയതാണ്, നീ നല്ലതായതുകൊണ്ടല്ലേ അവരെനിക്കിത് തന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു സംഭവമാണല്ലേ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അലീനേനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടി. അപ്പോൾ എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു അതിലെന്താണെന്ന് നോക്കണ്ടേന്ന്. അപ്പോൾ അലീന പറയുകയാണ് അതിലെന്തായാലും അതെനിക്ക് നിധി തന്നെയാണ് എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടീനോട്. അതിനുശേഷം മുത്തശ്ശീനെയാണ് കാണിക്കുന്നത്. കൃഷ്ണമോൾ അവിടേക്ക് വന്നിട്ട് മുത്തശ്ശീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കുറേ സമയമായല്ലോ മുത്തശ്ശി ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ മുത്തശ്ശി പറയാണ് ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടക്കുമായിരുന്നു, ഉറക്കം വന്നില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശി തിരിച്ച് കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട് മോളെന്താ ഇതുവരെ ഉറങ്ങാതിരുന്നതെന്ന്. അപ്പോൾ കൃഷ്ണമോളും പറയാണ് എനിക്ക് ഉറക്കം വന്നില്ല എന്ന്. അപ്പോൾ അലീന ചേച്ചി ഇന്ന് വന്നില്ലല്ലോ മുത്തശ്ശി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ കൃഷ്ണമോള്. അപ്പോൾ അവൾ ഇന്ന് വരേണ്ടതായിരുന്നു, നാളെ എന്തായാലും വരുമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അലീന ചേച്ചി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് എന്നിങ്ങനെ കൃഷ്ണമോള് പറയുമ്പോൾ ആഹാ അത് കൊള്ളാലോ, അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടല്ലോ നിൻ്റെ അമ്മയ്ക്ക്, എന്നിട്ടിപ്പോൾ അവൾ വരാത്തതിന് ദേഷ്യമായോ എന്ന് ചോദിക്കും കേട്ടോ. അതിപ്പോൾ അലീന ചേച്ചി ഉണ്ടായിരുന്നപ്പോൾ അമ്മയ്ക്ക് എല്ലാം ഇങ്ങനെ ഓർഡർ ചെയ്താൽ മതിയായിരുന്നല്ലോ, ഇപ്പം അമ്മയ്ക്ക് നല്ലൊരു ചായ കിട്ടണമെങ്കിൽ പോലും അങ്ങനെ ചായ ഉണ്ടാക്കാൻ അറിയുന്ന ആരാ ഇവിടെ ഉള്ളത് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ കൃഷ്ണമോളോടും മുത്തശ്ശി പറയാണ് നിൻ്റെ അച്ഛന് നന്നായിട്ട് അറിയാലോ, ഇങ്ങനെ വൈജ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ നന്നായിട്ട് അവനെല്ലാം ഉണ്ടാക്കും, എല്ലാ കൂട്ടും ഉണ്ടാക്കും എന്ന് പറയാനുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു അമ്മയുള്ളപ്പോൾ അച്ഛനെങ്ങനെ അടുക്കളയിൽ കയറാനാ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ.
എന്നിട്ട് കൃഷ്ണമോളോടാണെങ്കിലും മുത്തശ്ശി അവിടെ ഇരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ പറയാണ് ഞാൻ ഇരിക്കാൻ വന്നതല്ല കിടക്കാൻ വന്നതാണെന്ന് പറയട്ടെ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് ഇവിടെയോന്ന്. അപ്പോൾ അലീന കിടക്കുന്നിടത്തേക്ക് ചൂണ്ടി കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ കൃഷ്ണമോള്. മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ കൃഷ്ണമോള് പറയും ഇതല്ലേ ആവശ്യം, ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ദിവസമൊക്കെ ഇങ്ങനെ മുത്തശ്ശിക്ക് ഒറ്റയ്ക്ക് കിടക്കാം, അത് കുഴപ്പമില്ല. ഇന്നും കൂടെ മുത്തശ്ശി ഒറ്റയ്ക്ക് കിടന്നാലും മുത്തശ്ശിക്ക് സങ്കടമാവില്ലേ, അതുകൊണ്ടാണ് ഞാൻ വന്നത്, മുത്തശ്ശിക്ക് സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറയട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ അലീന കിടക്കുന്ന ആ ബെഡൊക്കെ എടുത്ത് താഴെ വിരിച്ചിട്ട് കൃഷ്ണമോളാണെങ്കിലും അതിൽ കയറി കിടക്കുകയാണ് കേട്ടോ. എന്നിട്ട് അലീനയുടെ പുതപ്പെല്ലാം എടുത്ത് പുതയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ് അലീന ചേച്ചിയുടെ മണം എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ മുത്തശ്ശി കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് അവളെ ഇഷ്ടമാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഞാനിങ്ങനെ ഒരു കാര്യം പറയാതെ തന്നെ എനിക്ക് വേണ്ടതെല്ലാം അലീന ചേച്ചി ചെയ്തു തരും, നമ്മളൊരു ഗ്ലാസ് ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ നിൽക്കുന്ന ചേച്ചി നമ്മുടെ മുന്നിൽ ചൂടുവെള്ളമായിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയാണ് അത് ശരിയാണെന്ന് പറയും കേട്ടോ. എന്നിട്ട് കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ചേച്ചീനെ മതിയായിരുന്നു, ഇവിടെ ഉണ്ട് ഒരു ചേച്ചി പൂതന എന്ന് പറയേ. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അത് വൈജയുടെ തനി സ്വഭാവമാണെന്ന് പറയും. അപ്പോൾ കൃഷ്ണമോള് ചോദിക്കുകയാണ് എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്വഭാവമല്ലേ എന്ന്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ സ്വഭാവം മാത്രമല്ല ആ രൂപം പോലും അത് തന്നെയാണ് എന്ന് പറയട്ടോ. അപ്പോൾ കൃഷ്ണമോൾക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അതാണ്, എന്നാൽ പിന്നെ ഇനി മുത്തശ്ശി ഉറങ്ങിക്കോ, ഇന്ന് ഞാൻ മുത്തശ്ശിക്ക് കൂട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഗുഡ് നൈറ്റൊക്കെ പറയുന്നുണ്ട് കേട്ടോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നീട് മുത്തശ്ശിയാണെങ്കിലും കൃഷ്ണമോൾ അവിടെ വന്ന് കിടന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നേ. കൃഷ്ണമോളോട് പറയുകയും ചെയ്യുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി, ഇനി എനിക്ക് ഒന്നും ഇല്ലെങ്കിലും വേണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അലീന രാവിലെ തിരിച്ച് പോകാനായിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഇത്ര രാവിലെ തന്നെ പോകാൻ ഇറങ്ങിയോ, ഒന്നും കഴിക്കുകയൊന്നും വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയും ഞാനൊരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ട്, അത് മതി, എനിക്കൊരു 9 മണിയാവുമ്പോഴേക്കും പാലായിൽ എത്തണം, അത് കഴിഞ്ഞാൽ പിന്നെ മുത്തശ്ശി അവിടെ ഒറ്റയ്ക്കായിരിക്കും, ഇങ്ങനെ കുട്ടികൾ സ്കൂളിലേക്കും പോവും, മാഡം ബാങ്കിലേക്കും സാറ് ഓഫീസിലേക്കൊക്കെ പോവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ മാമച്ചായനോട് അവളൊന്ന് ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിടാനൊക്കെ പറയുന്നുണ്ട് ഗ്രേസമ്മ. അങ്ങനെ മാമച്ചായൻ ശരിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീനയ്ക്കാണെങ്കിലും ഇങ്ങനെ ഗ്രേസമ്മേനോട് എന്തൊക്കെയോ പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻറ്റി എന്ന് പറഞ്ഞ് ഗ്രേസമ്മയുടെ കൈ അങ്ങ് പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്കിവിടെ വന്നിട്ട് പോകുമ്പോൾ തോന്നുന്നത് ഞാൻ എൻ്റെ അടുത്തൊരു ബന്ധുവീട്ടിൽ വന്ന് പോകുന്ന പോലെയാണ്, കാരണം ഞങ്ങൾക്ക് ആരും ഇല്ലായിരുന്നല്ലോ, ഇപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് ആരൊക്കെയോ ഉള്ള പോലെ ഒരു തോന്നലാണ്, എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല, എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്, ഇങ്ങനെ സങ്കടം കൊണ്ടല്ല സന്തോഷം കൊണ്ടാണ് എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് മാമച്ചായനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ അന്ന് ഇവളെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോകുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ഇവളെ നിങ്ങൾ ഉപദ്രവിക്കുകയോ വഴക്ക് പറയുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ ഇന്ന് മനസ്സ് നിറഞ്ഞാണ് ഇവിടുന്ന് പോകുന്നത്, ഒരു അച്ഛൻ്റെയും അമ്മയുടെയും തണലിൽ ഇവളെ ഏൽപ്പിച്ചിട്ട് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ എന്നാൽ ഞാൻ പോയിക്കോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഗ്രേസമ്മ പോയിട്ട് വാ, എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് പറയണം കേട്ടോ, ഞങ്ങൾ ഇവളെയും കൂട്ടി ഒരു ദിവസം അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അലീനയാണെങ്കിലും രേവതിക്കുട്ടീൻ്റെ അടുത്തേക്ക് ചെല്ലണം കേട്ടോ യാത്ര പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു ചേച്ചി എന്തിനാ എന്നോട് യാത്ര പറയുന്നത്, ഞാനും ബസ് സ്റ്റോപ്പ് വരെ വരുന്നുണ്ട് എന്ന് പറയൂ കേട്ടോ. അങ്ങനെ പിന്നെ അവർ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഗ്രേസമ്മയ്ക്കാണെങ്കിലും അലീന പോകുന്നതിൽ നല്ല വിഷമമുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അലീന കടപ്പാട്ടൂർ വീട്ടിലെത്തിയതാണ് കേട്ടോ. ഓട്ടോയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓട്ടോക്കാരന് പൈസയൊക്കെ കൊടുത്ത് പറഞ്ഞയക്കുന്നുണ്ട്. അവിടെ വന്ന് ബെല്ലടിക്കുന്ന സമയത്ത് ആരും ഡോറ് തുറക്കുന്നില്ല കേട്ടോ. അപ്പോൾ അലീന പിറകുവശത്ത് കൂടെ വന്നിട്ട് അടുക്കളയുടെ ഡോറ് വന്നിട്ട് ഇങ്ങനെ തുറന്നു നോക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതും ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആരും ഇല്ല, വീടിന് ചുറ്റും നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അലീന. അപ്പോൾ എന്തായാലും വീട്ടിനുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീട് മുത്തശ്ശീനെയാണ് കാണിക്കുന്നത്. മുത്തശ്ശി ഇങ്ങനെ ഒരു സോഫയിൽ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കാല് വേദനിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ അമ്മേന്ന്. അപ്പോൾ മുത്തശ്ശിക്ക് നല്ല കാലുവേദന ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ചൂടൊക്കെ പിടിച്ചിട്ട് തൈലൊക്കെ തേച്ചാൽ അതങ്ങ് മാറിക്കോളും എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തിനാ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, നമുക്ക് നേരെ കടപ്പാട്ടൂരിലേക്ക് പോയാൽ മതിയായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വൈജയന്തിനോട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു ഇതല്ലേ അമ്മേനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീട്, അമ്മയുടെ പേരിലുള്ള സ്വന്തം വീട് ഇതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ കൊല്ലപ്പള്ളിയിലാണുള്ളത്, കമലയുടെ അടുത്ത്. അതിൻ്റെ ഇടയ്ക്ക് കമലയാണെങ്കിൽ ഇങ്ങനെ ജ്യൂസ് എന്തൊക്കെ കുടിക്കാൻ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി വേണ്ടാന്ന് പറയും കേട്ടോ. അപ്പോൾ വേണ്ടെങ്കിൽ വേണ്ടാന്ന് കമല തിരിച്ചും പറയുന്നുണ്ട്. കമലയ്ക്ക് എന്തോ ഒരു ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് മുത്തശ്ശീനോട്. പിന്നീട്
അതുപോലെ തന്നെ വൈജയന്തിനോട് കമല ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളിങ്ങനെ ഊണ് കഴിച്ചിട്ടേ പോവുള്ളൂ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ എന്ന് വൈജയന്തി പറയുകയും ചെയ്യാണ്. എന്നാൽ പിന്നെ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് കമല അവിടെ നിന്ന് പോകുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു വൈജയനോട്, നമ്മൾ ഇവിടുന്നാണോ ഉണ്ണാൻ പോകുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഉണ്ടായാൽ എന്താ കുഴപ്പം, ഇതല്ലേ അമ്മയുടെ വീട്, ഇങ്ങനെ അച്ഛൻ അമ്മയുടെ പേരിൽ എഴുതി വെച്ച വീട് ഇതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തിനാ ഇപ്പോൾ വീട്, എനിക്ക് കിടക്കാനൊരു കട്ടിലും ഒരു പുതപ്പും ഉണ്ടായാൽ മതി, പിന്നെ ദണ്ണത്തിന് കുറച്ച് മരുന്നും കിട്ടിയാൽ മതി, ഇനിയിപ്പോൾ 2 നേരം കഞ്ഞി കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അമ്മ ശരിക്കും ഇങ്ങനെ ഇവിടെയല്ലേ ഞങ്ങൾ 4 മക്കളെയും പ്രസവിച്ച് വളർത്തിയത്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരുന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് കേട്ടോ വൈജയന്തി മുത്തശ്ശീനോട് പറയുന്നത്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, ആ കൊച്ചിപ്പോൾ തിരിച്ച് വന്നിട്ടുണ്ടാവില്ലേ, അലീന ഇപ്പോൾ കടപ്പാട്ടൂരിൽ എത്തിയിട്ടുണ്ടാവില്ലേ, നീ ഇങ്ങനെ ചാവി എവിടെയാണ് വെച്ചിരിക്കുന്നത്, അത് അവൾക്ക് അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശീനോട് വൈജയന്തി പറയാണ്, അമ്മ ഇപ്പോൾ അമ്മയുടെ കാര്യം നോക്കിയാൽ മതി, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ അന്വേഷിക്കണേന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വൈജയന്തി എണീറ്റ് അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ. കമലയാണെങ്കിൽ അടുക്കളയിൽ എന്തൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു, ഏട്ടത്തി എന്താ ഉണ്ടാക്കാൻ പോകുന്നത്, അപ്പോൾ ഇവിടെ ചോറും കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാൽ പിന്നെ ഇനി ഇപ്പോൾ ഏട്ടത്തി ഒന്നും ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയാണ്. എന്നാൽ പിന്നെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട് കമലയാണെങ്കിലും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഇവിടെ, അതുകൊണ്ട് അധികം ഇങ്ങനെ കറികളൊന്നും ഉണ്ടാക്കാറില്ല, അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഒന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ ഇങ്ങോട്ടാണ് വരുന്നതെന്നുള്ളത്, എന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരുക്കി വെച്ചേനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയാണ്, അതിനുശേഷമാണ് എനിക്ക് ഇങ്ങനൊരു ഐഡിയ തോന്നിയതെന്ന് പറയുമ്പോൾ കമല ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ഐഡിയ തോന്നിയത്, ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണോ അതോ ഇങ്ങോട്ടേക്ക് വരുന്നതാണോ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, അമ്മയുടെ കാലിലെ പ്ലാസ്റ്റർ അഴിക്കാൻ വേണ്ടി ശനിയാഴ്ച പോയാൽ മതിയായിരുന്നു, പിന്നെ ഞാൻ ഇന്ന് ലീവ് എടുത്തങ്ങ് കൊണ്ടുപോയതാണെന്ന് പറയട്ടെ. അപ്പോൾ കമലയും ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ഇന്ന് എന്തിനാണ് ലീവ് എടുത്തത്, ശനിയാഴ്ച കൊണ്ടുപോയാൽ മതിയായിരുന്നില്ലേ എന്ന്. അപ്പോൾ അലീനയാണെങ്കിലും ഇന്നലെ തിരിച്ച് വരേണ്ടതായിരുന്നു, അവൾക്ക് 2 ദിവസത്തെ ലീവ് കൊടുത്തിട്ടുണ്ട്, ഇന്നലെ തിരിച്ച് വരേണ്ട അവൾ ഇന്നലെ തിരിച്ച് വന്നില്ല, അപ്പോൾ ഞാൻ അവൾക്കൊരു പണി കൊടുക്കണ്ടേ, ഒരു ചെറിയ പണിയെങ്കിലും കൊടുക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ടായിരുന്നു, ചെറിയ പണി കൊടുത്താൽ പോരാ, വലിയ പണി കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയും കേട്ടോ. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. അലീനയാണെങ്കിലും ബാലേന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു, മാഡത്തിൻ്റെ ഫോൺ ഇങ്ങനെ ചാർജ് കഴിഞ്ഞ് ഓഫായതൊന്നുമല്ല, സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ അതെന്തിനാണെന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ, ഇന്ന് ഞാൻ തിരിച്ചു വരുന്ന മാഡത്തിന് അറിയാലോ, ഞാൻ ഇന്നലെ വരാത്തതിൻ്റെ ദേഷ്യമായിരിക്കും മാഡത്തിന്, അതുകൊണ്ടായിരിക്കും ഫോൺ ഓഫാക്കി വെച്ചതെന്നിങ്ങനെ അലീന ബാലേന്ദ്രനോട് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് മുത്തശ്ശിയാണെങ്കിലും വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു, നിന്നെ ഞാൻ നല്ല രീതിക്കാണ് വളർത്തിയത്, നിന്നോട് എല്ലാവർക്കും സ്നേഹമായിരുന്നു, നീ എല്ലാവരോടും നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നതും, നിന്നെ ഞാൻ എന്ന് ആഗ്രയിലേക്ക് പറഞ്ഞയച്ചോ അവിടം തൊട്ടാണ് നിൻ്റെ സ്വഭാവം ഇങ്ങനെയായത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ മുത്തശ്ശി വൈജയുടെ മുഖത്ത് നോക്കി. അപ്പോൾ ആ ഒരു മുത്തശ്ശി അങ്ങനെ പറയുമ്പോൾ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന വൈജയനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രമോല് ഇത്രയാണ് കാണിച്ചത്.